നമസ്കാരം. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തെ പെട്ടെന്നൊരു സിനിമ കാണുന്നൊരു പൂതി. അങ്ങനെ തൊട്ടടുത്തുള്ള തിയേറ്ററിലൊക്കെ പരിശോധിച്ച സമയത്ത് മികച്ച സിനിമകളൊന്നും തന്നെ തിയേറ്ററിൽ ഇല്ലാന്ന് മനസ്സിലായി. അങ്ങനെ ഞാനൊരു കാര്യം ചെയ്തു. ഉള്ളതിൽ ഏറ്റവും നല്ലൊരു സിനിമ എന്ന് തോന്നുന്ന ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു. ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ചിത്രത്തിന്റെ പേര് വാ വാത്തിയാർ എന്നാണ്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് തമിഴിലെ സൂപ്പർ സ്റ്റാർ കാർത്തിയാണ്. അറിയാലോ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തന്നെ വളരെ മികച്ച സിനിമകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നെ ഈ ഒരു സിനിമയിലേക്ക് അടുപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ചിത്രത്തിന്റെ സംവിധായകനാണ്. നളൻ കുമാരസ്വാമി. അദ്ദേഹം മുമ്പ് ചെയ്ത സിനിമകളൊക്കെ വളരെ നല്ല സിനിമകളായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വിജയ് സേതുപതിയോടൊപ്പം അദ്ദേഹം ചെയ്ത സൂതുകാവും എന്ന് പറയുന്ന ചിത്രമായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം ചെയ്തത് കാതലും കടന്നുപോകും എന്ന് പറയുന്ന ഒരു ചിത്രമായിരുന്നു. ഇതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അതിന്റെ രചനയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇപ്പൊ ദാ അദ്ദേഹം ഏറ്റവും പുതിയതായിട്ട് ഈ വർഷം ചെയ്ത ഒരു സിനിമയാണ് വാ വാദിയാർ എന്ന് പറയുന്നത്. സിനിമയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ. 2025 പോലെ തന്നെ 2026 തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു മികച്ചൊരു വർഷമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനുവരിയിലെ ആദ്യത്തെ റിലീസായിട്ട് പറഞ്ഞിരുന്ന ദളപതിയുടെ ചിത്രം ജനനായകൻ ചില പ്രശ്നങ്ങൾ കൊണ്ട് റിലീസ് മാറ്റിവെച്ചു. പക്ഷെ ജനനായകന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതും എന്താ പറയുക, തെലുങ്കിലെ ഒരു സിനിമ റീമേക്ക് ചെയ്തിട്ടുള്ള ഒരു ഒരു പതിപ്പാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇറങ്ങിയ ശിവകാർത്തികേയൻ ചിത്രമാവട്ടെ പരാശക്തി, അതും വേണ്ടത്ര ഒരു അഭിപ്രായമൊന്നും തിയേറ്ററിൽ നേടിയെടുക്കാൻ പറ്റാത്തൊരു ചിത്രമായിരുന്നു. അതിനുശേഷം ഇപ്പം ഒരു 3-4 ചിത്രങ്ങൾ ഈ പൊങ്കൽ അടുപ്പിച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില ചിത്രങ്ങളൊക്കെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2020 2022 എന്താ പറയുക, ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് റിലീസ് മുടങ്ങിപ്പോയ ചിത്രങ്ങളാണ്. ഇപ്പം വിജയന്റെ ചിത്രം റിലീസ് ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും റീ റിലീസ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു മികച്ച ചിത്രം എന്ന രീതിയിൽ ഞാൻ ടിക്കറ്റ് എടുത്തത് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാ വാദിയാർ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിലായിരുന്നു. ചിത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എന്നെ അത്ര ഇമോഷണലി കണക്ട് ചെയ്യിക്കാത്ത ഒരു സിനിമയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു വാവ് ഫാക്ടർ ഒന്നും തോന്നാത്ത അത്ര മികച്ചൊരു സിനിമയൊന്നല്ല. എന്നിരുന്നാൽ പോലും 2 മണിക്കൂർ 9 മിനിറ്റ് തിയേറ്ററിൽ ഒരു തവണയൊക്കെ ഇരുന്ന് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു കാർത്തിയുടെ കയ്യിൽ നിന്നും നമ്മൾ ഇതുവരെ കണ്ട ഒരു മാസ് പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടർ ഉള്ള ഒരു ചിത്രം ഒന്നായിട്ട് എനിക്ക് വാ വാദിയാർ തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ പ്ലോട്ട് കൊള്ളാമായിരുന്നു. അതായത് മുൻപ് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന, തമിഴ്നാട്ടിലുള്ള ആളുകൾ ദൈവത്തെ പോലെ കണ്ടിരുന്ന എംജിആറിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തെ ആവാഹിച്ച് പുതിയൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതും അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അതായത് ഒരു പുനർജനിക് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു കഥയാണ് ഇത് നമ്മളോട് സംസാരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്ലോട്ടിനെ എങ്ങനെയാണ് ഒരു മികച്ച സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ സംവിധായകന് പല സ്ഥലത്തും സംശയമുള്ളത് പോലെയാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പം തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം മുമ്പ് ചെയ്തിരുന്ന 2 ചിത്രങ്ങളും വളരെ മികച്ച ചിത്രങ്ങളായിരുന്നു. കാതലും കടന്നുപോകും, അതുപോലെ തന്നെ സൂതുകവും. ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടുകയും നല്ല അവാർഡുകളും മറ്റും ലഭിക്കുകയൊക്കെ ചെയ്തൊരു ചിത്രമായിരുന്നു. പക്ഷെ വാ വാദിയാറിലേക്ക് എത്തുന്ന സമയത്ത് സിനിമ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പല സമയത്തും ഒരു ഒരു വിരസത നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ചിത്രത്തിൽ കാർത്തിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് അറിയാലോ, കാർത്തി ഈ ഒരു ചിത്രത്തിൽ രാമു എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് എത്തുന്നത്. അപ്പോൾ ഒരു നിസ്സംഗ ഭാവമുള്ള ഒരു പോലീസ് ഓഫീസർ, അങ്ങനെ ഒന്നിനോടും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു പാവത്താനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. അപ്പോൾ അങ്ങനത്തെ വേഷമൊക്കെ കാർത്തിന്റെ കയ്യിൽ ഭദ്രാണ്. അതൊക്കെ മികച്ച രീതിയിൽ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള സിർത്തെ എന്നാണ് ഒരു സിനിമ നമ്മൾ ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് ഓർക്കേണ്ടതാണ്. ആ ചിത്രത്തിലൊക്കെ അദ്ദേഹം പോലീസ് വേഷം വളരെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒന്നും വലിയ മോശവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്കൊരു വാവ് ഫാക്ടർ നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന് പറ്റിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഇതിലെ നായിക കഥാപാത്രമായിട്ടുള്ള കുട്ടി, അദ്ദേഹം മോശമില്ലാത്തൊരു അഭിനയ രീതിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ അല്പം ഒരു വെറുപ്പീരായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നത് കാർത്തിൻ്റെ മുത്തച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ള രാജകിരണാണ്. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം കാണിക്കുന്നത് തൊട്ട് അദ്ദേഹത്തിന് പ്രായമായ കാലം വരെ കാണിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം എപ്പോഴും വയസ്സായിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. എഐ ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പകാലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലൊക്കെ അത് ഒരു വലിയൊരു പ്രായമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് അപ്പോഴും എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.